അവസാനത്തെ 10ലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. ഒരുപക്ഷെ റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് റമദാനിൽ ചെയ്യണമെന്ന് വിചാരിച്ച ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോഴും ഒരുപക്ഷെ പെൻഡിങ്ങായി നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ താമസിച്ചാൽ ഇനി ഒരു സൗഭാഗ്യം അടുത്തൊരു വർഷത്തിലാണ്. അന്ന് നമ്മൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയാൻ പറ്റില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിൻ്റെ റസൂൽ യഅ്തഖിഫു ഫി കുല്ലി റമദാൻ 10 അയ്യാം, എല്ലാ റമദാനിലും 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഇഅ്തികാഫിൽ കയറുണ്ടായിരുന്നു. ഭയങ്കര തിരക്കാണ് നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകാവസാനം വരെയുള്ള ആളുകൾക്ക് ഈ ദീനിൻ്റെ സന്ദേശം എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വന്ന മഹാപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എത്ര തിരക്കുണ്ടാവും. ആ എല്ലാ തിരക്കും ജീവിതത്തിൻ്റെ എല്ലാം മാറ്റിവെച്ച് നബി അവസാനത്തെ റമദാനായപ്പോൾ ഫലമാ കാന ആം അല്ലദീ ഖുബില ഫീഹി ഇഅ്തഖഫ 20 യൗമൻ, 20 ദിവസം ഇഅ്തികാഫ് ഇരുന്നു. അപ്പോൾ 10 ദിവസം പൂർണ്ണമായി പറ്റുന്ന ആൾക്കാർ അങ്ങനെ. ഇനി അല്ല, ഒരു സൂര്യൻ നോമ്പ് തുറന്ന് പിറ്റേന്നത്തെ രാവിലെ വരെയാണെങ്കിൽ അങ്ങനെ പള്ളിയിൽ നമ്മൾ പരമാവധി സമയം ഈ അവസാനത്തെ 10 കഴിച്ചു കൂട്ടുക. ഇനി ലൈലത്തുൽ ഖദറിൻ്റെ ഒറ്റ രാവുകളിൽ സാധ്യമാവുകയാണെങ്കിൽ ആ ഒറ്റ രാവിൽ ലൈലത്തുൽ ഖദർ വരുന്ന രാത്രിയിൽ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ ഉത്തമമാണ്. അപ്പോൾ ആ ഒരു രാത്രി ഇഅ്തികാഫ് സംഭവിച്ചാൽ, ഇഅ്തികാഫ് ഒരു പുണ്യമല്ലേ, ഒരു സുന്നത്തല്ലേ. അപ്പോൾ അത് ആ രാത്രി സംഭവിക്കുമ്പോൾ എത്ര പ്രതിഫലമായിരിക്കും അത് ലഭിക്കുക. ഒരു 80 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ആയുഷ്കാലം ചെയ്താൽ കിട്ടാത്തത്ര നന്മ ഒരു രാത്രി കൊണ്ട് നമുക്ക് നേടാൻ പറ്റും. ഒരു 12 മണിക്കൂർ കൊണ്ട് നേടാൻ പറ്റുമെങ്കിൽ സുഹൃത്തുക്കളെ, ആ അവസരം നമ്മുടെ മുന്നിലുണ്ട്, നഷ്ടപ്പെടുത്താതിരിക്കുക. പള്ളിയിൽ താമസിക്കുമ്പോൾ നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോകാം. ഇനി ഭക്ഷണമൊന്നും കൊണ്ടുവരാൻ ആരുമില്ല, പള്ളിയിൽ നിന്ന് ഭക്ഷണം കിട്ടണമെങ്കിൽ ഭക്ഷണത്തിന് നമുക്ക് പുറത്തു പോകാം. ഭൗതികമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിന്ന് ആരാധനകളിൽ നിരതമാകും. ഈ സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പള്ളിയിൽ വരാൻ പറ്റാത്ത ആൾക്കാരുണ്ടായിരിക്കും. പള്ളിയിൽ വരാൻ പറ്റാത്ത സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കേണ്ട ഒരു കാര്യമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു രാത്രിക്കാണ് ആ പ്രത്യേകത. അതുകൊണ്ട് ആ രാത്രിയിൽ ഏതൊരു വിശ്വാസിയിൽ നിന്ന് എന്ത് സംഭവിച്ചാലും അതിന് ആ 1000 മാസങ്ങളുടെ പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് എല്ലാവരും ആ അവസാനത്തെ 10 ദിവസങ്ങളും ഏറ്റവും അധികം സജീവമായി രാത്രിയും പകലിനെയും എല്ലാം സജീവമാക്കി നന്മകളിൽ മത്സരിച്ച് വിശുദ്ധ ഖുർആൻ പാരായണവും ദിക്റുകളുമായി പൂർണ്ണമായും ചെലവഴിക്കുവാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കാം.